പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മണിപ്പയർ വെച്ചിട്ടൊരു മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് പിന്നെ ഞാനിവിടെ ഒരു 10-15 ചുമന്നുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി ചതച്ചുകൂടെ ചേർത്ത് കൊടുത്തു. ഒരു 2 കറിവേപ്പില. ഇത്രയായിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിനി ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഉള്ളി ശരിക്കും ഒന്ന് വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ചതച്ച മുളക് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി നന്നായിട്ട് മൂപ്പിച്ചിടണം. നല്ലൊരു മണം വരുന്ന സമയത്ത് അതാണ് ഇതിന്റെ പാകം. അപ്പൊ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മണിപ്പയർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കുറച്ച് സമയം ഇത് മൂടി വെക്കണം. അപ്പൊ നമുക്കിതൊന്ന് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. അങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് അത്ര വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. അതിന്റെ ആ വെള്ളത്തിൽ തന്നെ കിടന്ന് അത് വേകും. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തായിരുന്നു. അപ്പൊ വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് നമുക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒന്നുകൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ പയറ്. അപ്പൊ നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഇതെന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് അറിയിക്കണം. ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. Thank you.